ആ സമയത്ത് പൈസ എടുക്കണമെങ്കിൽ നഷ്ടത്തിൽ വരും. ഈ കോൺട്രാന്ന് ഉദ്ദേശിക്കേണ്ട അർത്ഥം പോലും മിക്ക ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കുറച്ച് ലോണൊക്കെ എടുത്തിട്ട് ഇതിൽ നിക്ഷേപിക്കും. അതതിനേക്കാളും വലിയ റിസ്ക്കാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് തുടക്കക്കാർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് മിസ്റ്റേക്കുകളും പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തുടക്കക്കാരന് സംഭവിക്കാൻ പോകുന്ന ഒരു മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നാണ് സാറിന് തോന്നുന്നത്? അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കുറച്ചുകൂടി ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് സാധാരണ തുടക്കക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് മിസ്റ്റേക്ക് വരുന്നത് പറഞ്ഞായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടിനെ മെയിനായിട്ട് വെച്ചിട്ട് നമുക്ക് വർത്തമാനം പറയാം. അപ്പോൾ തുടക്കക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആംഫിഡ ക്യാമ്പയിനും മ്യൂച്വൽ ഫണ്ട് സഹി ഹേ എന്നുള്ളതും പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറും ധോനിയും ഇവരെല്ലാവരും വന്ന് പറയണം മ്യൂച്വൽ ഫണ്ട് സഹി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും അറിയാം ഈ സംഗതി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പ്രധാനമായിട്ട് ഒരു കാര്യം വേണ്ടത് നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ എമർജൻസി ഫണ്ട് ഇല്ലാണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട് വന്നിട്ട് സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് 2 വർഷമായിട്ടൊക്കെ നല്ല മാർക്കറ്റിൽ നല്ലൊരു ബൂം കിട്ടിയിരിക്കുന്നതിൻ്റെ പേരിൽ ഈ കോൺഫിഡൻസ് ഒന്നും കൂടി ഇട്ട കാശ് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ കോൺഫിഡൻസിൽ പല ആൾക്കാരും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഹൈ റിസ്ക്കാണ് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ടുകളൊക്കെ. അപ്പോൾ ഇതിൽ പൈസ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു എമർജൻസി ഫണ്ട് ഇല്ലാതെയാണ് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വരണം. ആ സമയത്ത് മാർക്കറ്റും ക്രാഷ് ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇട്ട പൈസ പകുതിയായി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് പൈസ എടുക്കണമെങ്കിൽ നഷ്ടത്തിൽ വരും. ഇങ്ങനെയാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചിട്ട് പല ആൾക്കാർക്കും എക്സ്പീരിയൻസ് മോശമാവുന്നത്. അപ്പോൾ ആ റിസ്ക് എടുക്കാണ്ടിരിക്കുക, ആ മിസ്റ്റേക്ക് എടുക്കാണ്ടിരിക്കുക എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കണേക്കാളും മുന്നേ എമർജൻസി ഫണ്ട് ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസിൻ്റെ 6 മാസം പൈസയെങ്കിലും അത് ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കണേക്കാളും മുന്നേ ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ഇത് ബേസിക്കായിട്ട് ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസൊക്കെ എടുത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് വരാനായിട്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമോ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിഡീം ചെയ്തിട്ട് എടുക്കണ്ട. ആ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാനുള്ള പൈസ ഹെൽത്ത് ഇൻഷുറൻസുകാർ കൊടുത്തോളൂ എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ അനാവശ്യമായിട്ട് പൈസ റിഡീം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇത് ഈ ഇൻഷുറൻസും എമർജൻസി ഫണ്ടും വരുമ്പോൾ തന്നെ നമ്മുടെ പൈസ റിഡീം ചെയ്യാനുള്ള റിസ്ക് ഒരു പരിധിവരെ നമ്മൾ കുറച്ചു. എന്നിട്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ തുടക്കത്തിൽ നമ്മൾക്ക് പലപ്പോഴും ഉള്ള കാര്യം വെച്ചാൽ നമ്മൾ പോയിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവാത്ത ഫണ്ടുകളായിരിക്കും. ഇപ്പോൾ അടുത്ത് പല ആൾക്കാരും നിക്ഷേപിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ കോൺട്രാ ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ഈ കോൺട്രാന്ന് ഉദ്ദേശിക്കേണ്ട അർത്ഥം പോലും മിക്ക ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്നാൽ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ റിട്ടേൺ കൊടുത്തേക്കുന്ന കോൺട്രാ ഫണ്ടിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൾ പറഞ്ഞു ഞാൻ 25 ലക്ഷം രൂപ ആദ്യമായിട്ട് നിക്ഷേപിച്ചതാണ്, 25 ലക്ഷം രൂപ ഞാൻ കോൺട്രാ ഫണ്ടിൽ ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് എന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കോൺട്രാ ഫണ്ടൊന്നും ഡെഫിനറ്റ്ലി അറിയത്തില്ല. എന്നിട്ടാണ് നിക്ഷേപിച്ചത്. അപ്പോൾ അതിൻ്റെ സ്വഭാവം മനസ്സിലാവേണ്ടതാണ് അതിൽ നിക്ഷേപിച്ചത്. അത് വൺ ഓഫ് ദ ഹയസ്റ്റ് റിസ്ക് ഫണ്ട്. അപ്പോൾ അത് ഞാൻ ആ കോൺട്രാ ഫണ്ട് കുറ്റമായിട്ട് പറഞ്ഞതല്ല, അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനേ പറയാം. അതൊക്കെ ബിഗിനേഴ്സിന് പലപ്പോഴും അതെ ഇത്തരത്തിൽ ഈ വലിയൊരു എമൗണ്ട് കൊണ്ടേ നിക്ഷേപിക്കുക, അതേപോലെ തന്നെ വലിയ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ പോയി ഇതാക്കുമ്പം അതും ഒരു റിസ്ക്കാണ്. ആ റിസ്കിനെ മനസ്സിലാക്കാത്തത് ഒരു പ്രശ്നമായിട്ട് ഇന്നില്ലേ? അത് ഭയങ്കരമായിട്ടുണ്ട്. ഈവൻ അടുത്ത ഒരു കാരണം വെച്ചാൽ നമ്മൾ പാസ്റ്റ് 1 ഇയർ റിട്ടേൺ മാത്രം നോക്കും. അപ്പോൾ പാസ്റ്റ് 1 ഇയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ചില ഫണ്ടുകളൊക്കെ 100% റിട്ടേൺ കൊടുത്ത ഫണ്ടുകളുണ്ട്. ചില ഫണ്ടുകളൊക്കെ 25-50% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് എല്ലാ വർഷവും 50% കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിതിൽ വന്ന് നിക്ഷേപിക്കും. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസ് ആവും. ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ കുറച്ച് ലോണൊക്കെ എടുത്തിട്ട് ഇതിൽ നിക്ഷേപിക്കും. അതതിനേക്കാളും വലിയ റിസ്ക്കാണ്. കാരണം ലോണ് ഇതിൽ നിന്നുള്ള വരുമാനം വെച്ച് വീട്ടാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ അത് എങ്ങാനും ഇവിടെ മാർക്കറ്റും ഡൗണാണ്, ലോണും അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അത് മാത്രം മതി നമ്മൾ തീരാത്ത കടത്തിലേക്ക് നമ്മൾ വലിയൊരു കടത്തിലേക്ക് ഭയങ്കരമായിട്ട് ചെന്ന് പെടും. പിന്നെ ബിഗിനേഴ്സിന് പറ്റി പോണ കാര്യം കുറേ നാൾ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നിക്ഷേപിക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയണത് ഓപ്ഷൻ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ട് പ്ലഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് പോലും അറിയാതെ, ഒരു കോൺട്രാക്റ്റ് ഡെഫിനേഷൻ പോലും അറിയാതെ ഇത് പ്ലഡ് ചെയ്തിട്ട് പൈസ എടുത്തിട്ട്
ഇങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് പറ്റി. പിന്നെ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ചിലപ്പോൾ 10ഉം 15ഉം ഫണ്ടൊക്കെ ഒരുമിച്ച് നിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. ഇത് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പല ആളുകളും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെൻറ്റും മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതിൽ 20% റിട്ടേൺ കിട്ടണമല്ലേ, എനിക്ക് വല്ല ആവശ്യം വരുമ്പോൾ ഞാൻ കടം കൊടുത്തിട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ പാരലലി ഒരു കടവും കൊണ്ടുപോകണ ഒരു സിറ്റുവേഷൻ വരും. കാരണം നമ്മളിവിടെ ഭയങ്കര ഹോപ്പ്ഫുള്ളായിരിക്കും, ഇവിടുന്ന് ഭയങ്കര റിട്ടേൺ കിട്ടുന്നത്. കടത്തിൽ ഒരു 10% മുകളിലല്ലേ റിട്ടേൺ ഉണ്ട്. അതിനേക്കാളും നല്ലത് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ കട ഒഴിവാക്കിയിട്ട് ആ കടത്തിന് കൊടുക്കുന്ന EMI കൂടി SIP-യിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് നോക്കി എനിക്കെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നോക്കും. ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആകും. അത് ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് മാത്രം ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇത് ശരിക്കും പറഞ്ഞാലൊരു 2 തലത്തിലും മൂർച്ചുള്ള വാള് തന്നെയാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം നമ്മൾ പോസിറ്റിവിറ്റി മാത്രമല്ല ഇതിലുള്ളത്, ഈ നെഗറ്റിവിറ്റി വരുന്ന ടൈമിൽ നമ്മളെങ്ങനെ അതിനെ ബിഹേവ് ചെയ്യുന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ നിക്ഷേപിക്കും. ഇപ്പം ചിലർ ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ എമൗണ്ട് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് പിന്നെ അതിനൊരു ഒരു തറവായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ റിസ്ക് ഒക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതും ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം അത് നമുക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 1 in 6 months ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുകൊണ്ടും നല്ലതായിരിക്കും. ഇവൻ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ചസ് വേണ്ട. ചില ടൈമിൽ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്താണ്ടിരിക്കുന്നത് അതൊരു ഡിസിഷനാണ്. പലപ്പോഴും ആളുകളുടെ വിചാരം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടത്, അത് വലിയ ഡേഞ്ചറാണ്. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളൊന്ന് റിവ്യൂ ചെയ്തിട്ട് മേക്കിംഗ് ഇറ്റ് ഷുവർ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ റൈറ്റ് വൺ, ഐ എം കണ്ടിന്യൂയിങ് ദിസ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവാണ്. ഇപ്പോൾ ചില ടൈമിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ലാർജ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാർജ് ക്യാപ്പ് ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യില്ല. ആ സെയിം ടൈമിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മളിതിലേക്ക് മാറും. ഇതിനേക്കാളും ഈസി ആയിട്ട് മനസ്സിലാവുന്നത് വെച്ചാൽ നമ്മൾ ഡെറ്റ് ഫണ്ടിലും ഇക്വിറ്റി ഫണ്ടിലും നിക്ഷേപിക്കണമെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എനിക്ക് 50% ഡെറ്റിലും മതി, 50% ഇക്വിറ്റിയിലും മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ചിലപ്പം ഇക്വിറ്റി മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ഡെറ്റ് ഫണ്ടിൽ 6% റിട്ടേൺ കിട്ടുള്ളൂ, ഇവിടെ ചിലപ്പോൾ 20% റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ പറയും, ഇൻവെസ്റ്റേഴ്സ് പറയും അയ്യോ വേണ്ട, നമുക്ക് എല്ലാ പൈസ എടുത്തിട്ട് ഡെറ്റിൽ നിന്ന് എടുത്തിട്ട് ഇക്വിറ്റിയിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറയും. ഇത് കാരണം നമ്മൾ ആ ഒരു ഗ്രീഡ് പതുക്കെ വരുന്നതിൻ്റെയും പിന്നെ ഓവർ കോൺഫിഡൻസ് വരുന്നതിൻ്റെ പേരില്ല. അപ്പോൾ അപ്പോഴായിരിക്കും പെട്ടെന്ന് മാർക്കറ്റ് ക്രാഷ് ആവുന്നത്. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യാനായിട്ട് ഡെറ്റ് ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റക്കാവും. അതിനേക്കാളും ഉപരി നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ നഷ്ടത്തിലായിരിക്കും. ആ സമയത്ത് നമ്മൾ നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് എന്തുകൊണ്ടും ഒരു തേർഡ് പാർട്ടി അഡ്വൈസറുടെ ഹെൽപ്പ് പല ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തുടക്കക്കാർക്ക് ഒരുപാട് റിസ്കുകൾ ഇവിടെയുണ്ട്. ആ റിസ്കുകൾ നമ്മൾ നോക്കുകയും വേണം. അതാണ് ഇപ്പോൾ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ. താങ്ക് യു.